യുക്രൈനിൽ സമാധാനത്തിന് ശ്രമിച്ചില്ലെങ്കിൽ പുടിൻ കനത്ത പ്രത്യാഘാതങ്ങൾ നേരിടേണ്ടി വരുമെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. അലാസ്കയിൽ നാളെ നടക്കുന്ന കൂടിക്കാഴ്ചയിൽ സമവായത്തിന് തയ്യാറാകണം എന്നാണ് ട്രംപിന്റെ നിർദ്ദേശം. വിശദാംശങ്ങളുമായി അമേരിക്കയിലെ ന്യൂജേഴ്സിയിൽ നിന്ന് മധു കൊട്ടാരക്കര ചേരുകയാണ്. മധു, ഗുഡ് ഈവനിംഗ്. ഈ പറഞ്ഞതുപോലെ ട്രംപിന്റെ ഭാഗത്തു നിന്ന് ഒരു ഭീഷണി പുടിന്, മറുവശത്ത് യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങൾ അവർ ട്രംപിനോട് പറയുന്നു ആദ്യം റഷ്യൻ സംഘർഷം അത് അവസാനിപ്പിക്കണം, അതിനുശേഷം മതി ഇത്തരത്തിലുള്ള ചർച്ചകളെന്ന്. വിവരങ്ങൾ. ഗുഡ് മോർണിംഗ് ഉന്മേഷ്, കൃഷ്ണ. യൂറോപ്യൻ ലീഡേഴ്സും യുക്രൈൻ പ്രസിഡന്റ് സെലൻസ്കിയുമായിട്ടാണ് ഡൊണാൾഡ് ട്രംപ് ഇന്നൊരു വിർച്വൽ കോൺഫറൻസ് നടത്തിയത്. ഇതിൽ പ്രധാനമായിട്ടും യുക്രൈന് അവരുടെ പ്രദേശങ്ങൾ ഈ ഉച്ചകോടിയിലെ ചർച്ചകളിലൂടെ നഷ്ടമാകുമോ എന്നുള്ള കാര്യങ്ങളൊക്കെ വിലയിരുത്തുകയായിരുന്നു. യുദ്ധം അവസാനിപ്പിക്കുവാൻ പുടിൻ സമ്മതിച്ചില്ലെങ്കിൽ എന്ത് ചെയ്യുമെന്ന് ഈ കോൺഫറൻസ് കഴിഞ്ഞതിന് ശേഷം മാധ്യമപ്രവർത്തകർ ഡൊണാൾഡ് ട്രംപിനോട് ചോദിച്ചപ്പോൾ ശക്തമായ നടപടികൾ റഷ്യക്കെതിരെ ഉണ്ടാകുമെന്നാണ് ട്രംപ് പറഞ്ഞത്. പക്ഷെ അത് എന്ത് ടൈപ്പ് നടപടികളാണെന്ന് ട്രംപ് വ്യക്തമാക്കിയിട്ടില്ല. വെള്ളിയാഴ്ചയാണ് അമേരിക്കയിൽ അലാസ്കയിൽ ഈ ഡൊണാൾഡ് ട്രംപ് പുടിൻ കൂടിക്കാഴ്ചയ്ക്കായുള്ള തയ്യാറെടുപ്പുകൾ നടന്നുകൊണ്ടിരിക്കുന്നത്. യുക്രൈൻ പ്രസിഡന്റ് സെലൻസ്കിയെ കൂടി ഉൾപ്പെടുത്തിയുള്ള ഒരു കൂടിക്കാഴ്ച കൂടിയാകാമെന്ന് ഡൊണാൾഡ് ട്രംപ് ഇന്ന് വൈറ്റ് ഹൗസിൽ പറയുകയുണ്ടായി. അലാസ്കയിൽ പുടിനുമായിട്ടുള്ള കൂടിക്കാഴ്ചയുടെ ലക്ഷ്യം സെലൻസ്കിയെ കൂടി ഉൾപ്പെടുത്തിയുള്ള തുടർ നടപടികൾക്കുള്ള മേശ ഒരുക്കുക എന്നാണ് ട്രംപ് ഇതിനോട് പ്രതികരിച്ചത്. പുടിനുമായിട്ടുള്ള ആദ്യ കൂടിക്കാഴ്ച ശരിയാവുകയാണെങ്കിൽ ഉടൻ തന്നെ അധികം വൈകാതെ തന്നെ രണ്ടാമത്തെ കൂടിക്കാഴ്ച ഉണ്ടാകുമെന്ന് ട്രംപ് പറഞ്ഞിട്ടുണ്ട്. പുടിൻ ട്രംപ് കൂടിക്കാഴ്ചയ്ക്കുള്ള റെഡ് ലൈൻസ് അല്ലെങ്കിൽ അതിന്റെ അതിർവരമ്പുകൾ വരയ്ക്കാനായിരുന്നു പ്രധാനമായിട്ടും യൂറോപ്യൻ ലീഡേഴ്സ് സെലൻസ്കിയും കൂട്ടി തിരക്കിട്ട് ഡൊണാൾഡ് ട്രംപുമായിട്ട് ഇന്ന് ചർച്ചകൾ നടത്തിയത്. ഈ ഉച്ചകോടിയിൽ യുക്രൈന്റെ സ്ഥലങ്ങൾ വിട്ടുകൊടുക്കുന്നത് സംബന്ധിച്ചുള്ള ചർച്ചകൾ ചെയ്യാൻ പാടില്ല എന്ന കാര്യം ഡൊണാൾഡ് ട്രംപും സമ്മതിച്ചതായിട്ട് ഫ്രഞ്ച് പ്രസിഡന്റ് ഇമാനുവൽ മാക്രോൺ പിന്നീട് പറയുകയുണ്ടായി. അത്തരം കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്യേണ്ടത് സെലൻസ്കി ആയിരിക്കണമെന്നാണ് മക്രോന്റെ നിലപാട്. ഉന്മേഷ്, ക്രിസ്റ്റീന. മധു കൊട്ടാരക്കരയാണ് ന്യൂജേഴ്സിയിൽ നിന്ന് വിശദാംശങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.